എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങൾ ഇവിടെയും സൗദിക്ക് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾ, ഇൻഡിഗോ അടക്കമുള്ള കമ്പനികളുണ്ട്, അവർക്കൊക്കെ ചെയ്യാം. പക്ഷേ അതും എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന വിമാനങ്ങൾ വളരെ പഴയതുമാണ്. അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് ചാർജ് കൂടുതലാണ് എന്നുള്ളൊരു വാദം അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് കുറച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടികൾ എന്താണെന്ന് സർക്കാരും പരിശോധിച്ച ശേഷം കേന്ദ്ര ഗവൺമെൻറ് ഹജ്ജ് വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് തന്നെ ചർച്ച നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചിരുന്നു. അദ്ദേഹം ഏവിയേഷൻ മന്ത്രിയുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യയുടെ കൺട്രി മാനേജറുമായിട്ടൊക്കെ സംസാരിക്കുമെന്ന് അറിയിച്ചിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം വളരെ ഇത് ആർക്കായാലും അത്ഭുതം തോന്നുന്ന ചാർജാണ്. 1,70,000 രൂപ റിട്ടേൺ ടിക്കറ്റിന് എന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ല. അത് ഫസ്റ്റ് ക്ലാസ് ഒന്നുമല്ലോ, അത് ബഡ്ജറ്റ് എയറിലാണ് ഇത്രയും വലിയ തുക അവർ ഈടാക്കുന്നത്. സൗദി എയർലൈൻസ് എല്ലാ ക്ലാസ്സും ഉള്ള എയർലൈനാണ്. അവിടെ ഇത്രയും തുകയില്ല, 70,000 രൂപയാണ് അത് റിട്ടേൺ ടിക്കറ്റ്. ഇത് ശരിയായ നടപടിയല്ല. പക്ഷേ നമ്മൾ കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നു, നമുക്ക് നോക്കാം. പക്ഷേ അതിന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അതിൻ്റെ സാധ്യതയില്ല. കാരണം ഒരു കമ്പനി മറ്റൊരു സാധ്യത, ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നു ഈ പണത്തിന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, വേറെ വഴികൾ നോക്കാം. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ ഓടും. നമ്മുടെ ജനങ്ങൾ ഏറ്റെടുക്കും. കാരണം പരിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന തീർത്ഥാടകരെപ്പോഴും കൊള്ളയടിക്കാൻ തയ്യാറായാൽ ജനങ്ങളത് ഏറ്റെടുക്കും. എയർ ഇന്ത്യ ബഹിഷ്കരിക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്താൽ ആരാ കയറുക? പിന്നെ അതിനകത്താവുള്ള തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനല്ല നമ്മൾ ശ്രമിച്ചു. ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്തു, ടെൻഡർ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. അതിലൊന്നും അർത്ഥമില്ല. അതൊക്കെ ആരെങ്കിലും പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് വിമാന കമ്പനികൾ ചെയ്യുന്നതാണ്, അല്ലാതെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ ചെയ്യും. വിമാന കമ്പനികളുടെ ഈ നടപടി ശരിയല്ല. എല്ലാ കാലങ്ങളിലും പ്രവാസികളെ കൊള്ളയടിക്കുന്ന അതേ രീതി തന്നെയാണ് ഇതിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇത് അനുവദിക്കാൻ കഴിയും. കേരളത്തിൽ വളരെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കരിപ്പൂരിൽ എംബാർക്കേഷൻ ഭാഗം അവിടെ നിന്നുള്ള യാത്രാ ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചതായാണ് കണക്കുകൾ കാണുന്നത്. എയർ ഇന്ത്യയുടെ കോട്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ. 3 കമ്പനികളാണ് കോട്ട് ചെയ്തത്. സൗദി എയർലൈൻസ് അവർ കൊച്ചിയിലും കണ്ണൂരിലും കോട്ട് ചെയ്തു. എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് കോഴിക്കോട് കോട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചാർജ് വെക്കുന്നത്. ഏകദേശം 1,00,000 രൂപയുടെ വ്യത്യാസം കൊച്ചിയും കണ്ണൂരും നോക്കുമ്പോൾ കോഴിക്കോട്ട് അധികമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യയുടെ കൺട്രി മാനേജറെയും സംസ്ഥാനത്തിൻ്റെ അതിന് മേധാവിയെയും നമ്മൾ സംസാരിച്ചു. ഈ ഒരു രീതി ശരിയല്ലാന്ന്. കാരണം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്നും ഹജ്ജിന് യാത്രയ്ക്ക് പണം ഈടാക്കാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അവർ പരിശോധിക്കാമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചു. ഈ ഒരു പ്രവണത എയർ ഇന്ത്യ കുറച്ച് കാലമായുള്ളതാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വിമാന ചാർജ് കൂട്ടുന്ന ഒരു നടപടി നമ്മൾ കണ്ടുവരുന്നു. ഇപ്പോൾ സീസണിലൊക്കെ തന്നെ വലിയ ചാർജാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം കാരിയറായി പ്രവർത്തിച്ച എയർ ഇന്ത്യ പോലും ഇത്തരത്തിൽ കാണിക്കുമ്പോൾ വിദേശ കമ്പനികൾ കോട്ട് ചെയ്ത് ഏറ്റവും കുറവും നമ്മുടെ സ്വന്തം എയർലൈൻസ് കോട്ട് ചെയ്യുന്ന അധികവും എന്ന് പറയുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഏവിയേഷൻ വകുപ്പ് മന്ത്രിയോട്, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹജ്ജ് വകുപ്പ് മന്ത്രിയോടൊക്കെ തന്നെ ആവശ്യപ്പെട്ടു. അവർ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണേണ്ട ഒരു കാര്യം, സൗദി എയർലൈന് 70,000 രൂപയ്ക്ക് ആളുകളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എയർ ഇന്ത്യക്ക് അത് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം കൊടുത്ത് ജനങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ശരിയാണല്ലോ, 1,00,000 രൂപ അധികം വരുമ്പോൾ. ഇത് പ്രവാസികളോടുള്ള അതേ നയം തന്നെയാണ് ഹജ്ജ് തീർത്ഥാടകരോടും എയർ ഇന്ത്യ കാണിക്കുന്നത്. അതിൽ മാറ്റം വരുത്തണം. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള നടപടിയിലേക്ക് നമുക്ക് കിടക്കേണ്ടി വരും.